الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെ ഏറ്റവും വലിയ സംഗമമായ അറഫ ഇന്നലെ കഴിഞ്ഞു. ഏകദേശം 20 ലക്ഷത്തോളം വിശ്വാസികളാണ് അവിടെ കൂടിയത്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടുള്ള അവരുടെ പ്രാർത്ഥനകളും അവരുടെ തൽബിയത്തുമായി അറബ് 13 വരെയും അയ്യാമത്ത് തശ്രീഖ് 13 വരെയും അവരുടെ കർമ്മങ്ങളിൽ മുഴുകുകയാണ്. റഹ്മാനായ റബ്ബിനോട് നാം പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യുവാൻ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരങ്ങളുടെയും ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കുകയും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവരവരുടെ ദേശങ്ങളിൽ സമാധാനത്തോടുകൂടി എത്തിച്ചേരുകയും ശിഷ്ടജീവിതം നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ. ഹജ്ജ് ചെയ്യുവാൻ ആഗ്രഹമുള്ള ഞങ്ങളിൽ പലരും അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹവും നീ സാധിപ്പിച്ചു തരണമേ. ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകത്തെ വിജയമാണ് എന്നുള്ളതിൽ വിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. പരലോകത്ത് സ്വർഗം നേടിയെടുക്കുകയും നരകമോചനം നേടുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. പരലോകത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം മുന്നിൽ നോക്കുകയാണ്, പിന്നിൽ നോക്കുകയാണ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും നോക്കുകയാണ്. അവിടങ്ങളിലെല്ലാം അദ്ദേഹം കാണുന്നത് ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, മുൻകൂട്ടി പ്രവർത്തിച്ചു വച്ചത് മാത്രമാണ് അവിടെ കാണുന്നത്. അഥവാ ദുനിയാവിൽ നാം എന്ത് കർമ്മമാണോ ചെയ്തത് അവിടെ നാം കാണുകയാണ്, വലത്തും ഇടതും. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയാൾ മുന്നിൽ നോക്കുമെന്നാണ്. ഫലാ യറാ ഇല്ല നാറ തിൽഖാ വജ്ഹിഹി, തനിക്ക് മുന്നിൽ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, അതുകൊണ്ട് സ്വഹാബാക്കളെ, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകമോചനം നേടുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണേ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു കാരക്കയുടെ ചീന്ത്, അതിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. നല്ല ഒരു വാക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
പരസ്യപ്രബോധനം നടത്തണമെന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറ അത് 214 ആയത്ത് പ്രവാചകർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന എത്തിച്ചു കൊടുത്തു. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അല്ലയോ പ്രവാചക, അങ്ങയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക. ഈ ആയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകർ കുടുംബക്കാരെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു മലഞ്ചെരുവിൽ പോയത് നാം സ്വഹീഹ് മുസ്ലിമിൽ വായിക്കുകയാണ്. ഓരോ കുടുംബക്കാരുടെയും പേരെടുത്തുകൊണ്ട് പ്രവാചകർ വിളിച്ചുവെന്നാണ്. ഹാഷിമിൻ്റെ മക്കളെ, അബ്ദുൽ മനാഫിൻ്റെ മക്കളെ, കഅബ് ബിൻ ലുഅയ്യിൻ്റെ മക്കളെ, മുറത്ത് ബിൻ കഅബിൻ്റെ മക്കളെ, ഹാഷിമിൻ്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, ഓരോ കുടുംബക്കാരെയും പേരെടുത്തുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അൻഖിദൂ അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുവാനുള്ള കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. അവിടെ വച്ചുകൊണ്ട് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ഫാത്തിമ അൻഖദി നഫ്സകി മിനന്നാർ, പൊന്നുമോളെ, കരളിൻ്റെ കഷ്ണമായ എൻ്റെ പൊന്നുമോളെ, നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നീ തന്നെ സുകൃതം ചെയ്യണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഇടപെടലാണ് ബന്ധുക്കളോട്, സ്വന്തം മക്കളോടും വേണ്ടപ്പെട്ടവരോടും കുടുംബക്കാരോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ രക്ഷപ്പെടുവാൻ, സ്വർഗം നേടിയെടുക്കുവാൻ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾ കർമ്മം ചെയ്യണം എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പോലും പ്രവാചകരുടെ വസിയ്യത്ത് ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കർമ്മങ്ങൾ അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നാം ചെലവഴിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ റബ്ബിൻ്റെ ലിഖാഉം റിളായും അവൻ്റെ സ്വർഗം നേടിയെടുക്കുവാനുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ചില ദിവസങ്ങൾ അല്ലാഹു തആല അവൻ്റെ വരദാനമായി വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പരിശുദ്ധമായ റമളാൻ, അതിൻ്റെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകൾ. അതുപോലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ്ജയുടെ ആദ്യത്തെ 10. നാം കഴിഞ്ഞ 2 ഖുതുബകളിലായി അതായിരുന്നു വിഷയത്തിൻ്റെ പ്രതിപാദ്യം. ആ ദുൽഹജ്ജ 10 കഴിയുകയാണ്, നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഒരു ആത്മവിചിന്തനം നേടിയിട്ടുണ്ടോ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ? ഈ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 1 പേജ് ഖുർആൻ പാരായണം. ഇന്ന് നാം അറഫ നോമ്പ് അനുഷ്ഠിക്കുകയാണ് പലരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 വർഷത്തെ പാപമാണ് റഹ്മാനായ റബ്ബ് അവൻ്റെ വരദാനം കൊണ്ട് നമുക്ക് പുറത്തു തരുന്നത്. അത്രയ്ക്കും മഹത്തരമായ ഒരു നോമ്പാണ് നാം ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ട് ഈ ജുമഅക്ക് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയ ഈ ദുൽഹജ്ജയുടെ 10 എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും ഹദീസുകളെയും കോർത്തിണക്കിക്കൊണ്ട് അതിൽ നിന്നും നിർദ്ധാരണം ചെയ്തുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ നമ്മെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല, പ്രമാണങ്ങളിൽ നിന്നും നിർദ്ധാരണം ചെയ്തുകൊണ്ട് പറഞ്ഞത്, റമളാനിലെ അവസാനത്തെ 10ന്റെ പകലിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ഈ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 പകലുകൾ. റമളാനിലെ അവസാനത്തെ 10 രാത്രികൾ അത് തന്നെയാണ് ശ്രേഷ്ഠത. അപ്പം റമളാനിലേക്കാളും അതിൻ്റെ അവസാനത്തെ 10നേക്കാളും അതിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠമുള്ള പകലുകൾ നമ്മിൽ നിന്നും വിട പറയുകയാണ് സഹോദരങ്ങളെ. എന്ത് നേടിയെന്നുള്ളത് ഓരോ നഫ്സും ഓരോ സഹോദരങ്ങളും സഹോദരിമാരും ആത്മവിചിന്തനം നടത്തേണ്ടതാണ്. എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു ജമാഅത്തിലെങ്കിലും എനിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ടതാണ് വിശ്വാസികളെ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങൾ, റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യേണ്ടുന്ന പവിത്രമായ ദിവസങ്ങളാണ്. അറഫ ദിവസം മുതൽ, അഥവാ നമുക്ക് ഇന്നാണ് ദുൽഹജ്ജ് 9, ഇന്ന് സുബഹ് മുതൽ
അയ്യാമു തശ്രീഖിൽ അഥവാ 13-ാമത്തെ ദിവസം വരെയും അതിൻ്റെ അസർ വരെയും തക്ബീറുകൾ വർദ്ധിപ്പിക്കുക സഹോദരങ്ങളെ. മഹത്തായ പ്രതിഫലമുള്ള കാര്യമാണ്. മുത്തലഖായ തക്ബീറുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചെയ്യാറുണ്ട്. നിരുപാധികമായി ഒരു ഉപാധികമില്ലാതെ തക്ബീറുകളൊക്കെ നാം ചൊല്ലാറുണ്ട്. എന്നാൽ മുഖയ്യദായിട്ടുള്ള തക്ബീറുകളിൽ പെട്ടതാണ് ഈ ഇന്നത്തെ ദിവസം മുതൽ അഥവാ ദുൽഹജ്ജ് 9 സുബഹ് മുതൽ പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തപ്പോഴും നമ്മുടെ നാവുകൾ തക്ബീറുകൾ കൊണ്ട് നനയണം. വിശ്വാസികളെ, നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ വീടുകൾ, നാം നടന്നു പോകുന്ന സൂക്കുകൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സാധ്യമാകുന്ന രീതിയിലുള്ള തക്ബീറുകൾ നമ്മുടെ അധരങ്ങളിൽ കൂടി നിർഗളിക്കണം. സാധാരണ നമ്മുടെ മസ്ജിദുകളിലൊക്കെ ഇമാമ് തക്ബീർ ചൊല്ലുകയും അത് ഏറ്റുചൊല്ലുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് അത് ഒഴിവാക്കണമെന്നാണ്. അങ്ങനെ അല്ല, ഒരുമിച്ച് തക്ബീറുകൾ ചൊല്ലുക. ഒരുപക്ഷെ നാം ചെയ്തതായിരിക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃകയിൽ അങ്ങനെ ഇല്ലെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് സ്വീകരിക്കാം. ഇന്ന് സുബഹ് മുതൽ അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹജ്ജയിലെ 13 അസർ വരെയും നമസ്കാരങ്ങൾക്ക് ശേഷം ഒരുമിച്ചിരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലുക സുന്നത്താണ്. ഒറ്റയായ അവസ്ഥയിൽ നമുക്ക് തക്ബീർ ചൊല്ലാം. വിശ്വാസികളെ, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ഖുത്ബയിൽ കൂടിയൊക്കെ മനസ്സിലാക്കിയത്. ഹജ്ജ് കർമ്മമായിരുന്നാലും മറ്റേത് സുഹൃതമായിരുന്നാലും അതിൻ്റെ അടിത്തറ, അതിൻ്റെ മൗലികത എന്ന് പറയുന്നത് തഖ്വയാണ്. സൂക്ഷ്മത നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഥേയമെന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 197-ാമത്തെ ആയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുകയാണ്. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂന യാ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹ് വിശ്വാസികളോട് പറയുന്നത്. നിങ്ങൾ ഹജ്ജായിരുന്നാലും മറ്റേത് കർമ്മമായിരുന്നാലും പാഥേയമൊരുക്കണം. എന്നിട്ട് അള്ളാഹ് പറയുകയാണ് ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഏറ്റവും വലിയ പാഥേയം എന്ന് പറയുന്നത് തഖ്വയാണ്. അത് എല്ലാ അമലുകളിലും നിഴലിച്ചു നിൽക്കുകയാണ്. ഹജ്ജിൽ മാത്രമല്ല, തഖ്വയില്ലാത്ത ഒരു അമലും അല്ലാഹ് സ്വീകരിക്കുകയില്ല. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അറിയുക നിങ്ങൾ, മുത്തഖീങ്ങളോടൊപ്പമാണ് അല്ലാഹുള്ളത്. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർ തഖ്വയുള്ളവരെയാണ്. വലആഖിബത്തു ലിൽ മുത്തഖീൻ. പര്യവസാനം നന്നാവുക തഖ്വയുള്ളവർക്കാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയോടുകൂടി ചെയ്യുന്നവരുടെ അമലുകൾ മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. യാന്ത്രികമായി ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് താല്പര്യമില്ല. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അവനെ അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. അവർക്കാണ് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. ആ തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഹജ്ജും മറ്റുള്ള എല്ലാ കർമ്മങ്ങളും. വിശ്വാസികളെ, ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സിംഹഭാഗവും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. മുശ്രിക്കുകളെ പോലെ. മുശ്രിക്കുകളും അള്ളാഹിനെ മനസ്സിലാക്കി, പക്ഷെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അതറിഞ്ഞുകൊണ്ട് അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തഖ്വ. പണ്ഡിതന്മാരെല്ലാം ആ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുകയാണ്. അത്തവഖീ മിനൽ അദാബി അൽ മുഖല്ലദ് ബിത്തബരി മിനശ് ശിർക്ക്. നരകശിക്ഷയിൽ നിന്നുള്ള മോചനം അഥവാ ശിർക്കിൽ നിന്നും ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തഖ്വ. നമ്മളത് നേടിയെടുത്തവരാണ്. ശിർക്കിന്റെ ഗൗരവവും തൗഹീദിന്റെ ഗരിമയും മനസ്സിലാക്കിയവരാണ് നാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അല്ലാഹല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കുകയോ നേർച്ച നേരുകയോ ചെയ്യുകയില്ല. കാരണം നരകമോചനമാണ് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത്തവഖീ മിനൽ അദാബ്. അതാണ് ഏറ്റവും വലിയ തഖ്വ. പ്രവാചകന്മാരെല്ലാവരും നേരിട്ടത് നിരീശ്വരവാദികളെ അല്ല സഹോദരങ്ങളെ, യുക്തിവാദികളെ അല്ല. പ്രവാചകന്മാരഖിലവും നേരിട്ടത് മുശ്രിക്കുകളെയാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരെയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുക, മനസ്സിലാക്കി നോക്കുക. 7
അല്ലാഹ് അല്ലാത്ത ഒരു സമൂഹത്തോടായിരുന്നില്ല ഈ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണല്ലോ നാം 3-4 ഖുതുബകളിലായി മനസ്സിലാക്കി വരുന്നത്. ആ ഇബ്രാഹിം നബിയുടെ സമൂഹം അള്ളയെ മനസ്സിലാക്കിയവരാണ്, പക്ഷെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കുകളുടെയും കാര്യം. അവർ അള്ളാഹനെ മനസ്സിലാക്കി. റിസ്ക് നൽകുന്നവൻ, അന്നം നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ എല്ലാം അള്ളയാണ് എന്ന് അബീജഹൽ മനസ്സിലാക്കി. പക്ഷെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സുപ്രഭാതങ്ങളിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. പ്രവാചകരുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, നേർമാർഗത്തിൽ ഉറച്ചു നിന്ന, വളവില്ലാത്ത സ്ഥൈര്യത്തോടുകൂടി തീക്കുണ്ടാരത്തിന്റെ മുന്നിലും വളഞ്ഞു നിൽക്കാതെ നിന്റെ അസ്തിത്വം, നിന്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ആ ഇബ്രാഹിമിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഞങ്ങൾ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല, നമ്മുടെ പ്രഖ്യാപനമാണത്. മുശ്രിക്കീങ്ങളിൽ പെട്ടവരല്ല എന്ന് പ്രഖ്യാപിച്ചത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ തൗഹീദാണ് നാം സ്വീകരിക്കുന്നത്. നാം ഷിർക്കിന്റെ ഗൗരവം അറിഞ്ഞവരാണ്. ഷിർക്കിന്റെ വരുമാനം നാം അതിന്റെ ഗൗരവം മനസ്സിലാക്കിയവരാണ്. എന്നിട്ടും നിഫാഖുകളുടെ പണിയെടുക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, സ്വയം ഒരു വിമർശനമാണ്. ഷിർക്കിന്റെ അടിത്തറയിൽ നിന്ന് പുറത്തു വരരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ചില മഹല്ലുകൾ പ്രവർത്തിക്കുകയാണ് മുസ്ലിയാക്കന്മാർ. ഷിർക്കിൽ കുഴിച്ചു മൂടുക അവരെ. പല പ്രലോഭനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പെർ ഹെഡിന് വർഷാവർഷങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് എത്രയോ മഹല്ലുകൾ അവരെ ഷിർക്കിൽ കുഴിച്ചു മൂടുകയാണ്. ഇതിൽ നിന്നും മോചനമുണ്ടാകരുത്. തൗഹീദ് അറിയുന്ന നമ്മൾ പോലും വശംവദരാകുന്നു വിശ്വാസികളെ. ആരെയാണ് നാം ഭയപ്പെടുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ നാം? നാം എന്ത് ന്യായം പറഞ്ഞാലും അത്തരം വിഹിതം പറ്റുക എന്നുള്ളത് അതൊരു മുനാഫിഖിന്റെ ലക്ഷണമാണ്. തൗഹീദ് അറിഞ്ഞിട്ടും, തൗഹീദിന്റെ ഗരിമ അറിഞ്ഞിട്ടും ആ ഷിർക്കിന്റെ കൂടാരത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും കിട്ടുന്ന ആ ഒരു വരുമാനത്തിന്റെ ഒരു വിഹിതം പറ്റുവാനായിട്ട് മുവഹിദുകളെ നമുക്ക് ലജ്ജയില്ലേ? അള്ളാഹുവിനെ ഭയമില്ലേ സഹോദരങ്ങളെ? പെർ ഹെഡിന് 500 രൂപ നമുക്ക് നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ എന്ത് നഷ്ടമാണ് ഉണ്ടാവുക? പരലോകം നഷ്ടപ്പെടും. വേറെ ഒന്നും നഷ്ടപ്പെടുകയില്ല, പരലോകം നഷ്ടപ്പെടും. അള്ളാഹുവിനെയാണ് നാം വഞ്ചിക്കുന്നത്. അള്ളാഹുവിനെ കരാർ ചെയ്തിട്ടുണ്ട് നാം മുവഹിദീങ്ങളായി ജീവിക്കുമെന്ന്. അലസ്തു ബി റബ്ബിക്കും, റബ്ബിന്റെ ചോദ്യമാണ്. ഖാലു ബലാ, അതേ റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് കരാർ ചെയ്തവരാണ് നമ്മൾ. എന്നിട്ടും ആ കരാറിന് വിരുദ്ധമായിട്ടുള്ള വരുമാനം പറ്റിക്കൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തെ ഭയപ്പെട്ടുകൊള്ളുക. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ടുള്ള പ്രഭാഷണം നാം പലവരും കേട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000-കണക്കിന് സ്വഹാബാക്കളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണത്തിന്റെ അനുസ്മരണമായിരുന്നു കഴിഞ്ഞ ദിവസം അറഫ മൈതാനം കേട്ടത്. 35 ഭാഷകളിൽ തർജ്ജമയും ചെയ്തിരുന്നു. കേട്ടവർ പലരും ഉണ്ടാകും. ആദ്യത്തെ മാനവികമായിട്ടുള്ള പ്രഖ്യാപനം, ആദ്യത്തെ പ്രഖ്യാപനം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം,
ആ ജീവിതം കൊണ്ട് സ്വർഗം നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ച ഹജ്ജത്തുൽ വിദാഇന്റെ സുപ്രധാനമായിട്ടുള്ള ആ പ്രഭാഷണത്തിന്റെ 1-2 കാര്യങ്ങൾ മാത്രമാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുതുബയിൽ കൂടി എന്നോടെന്ന പോലെ ഓരോ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുന്നത്. സ്വഹാബാക്കളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഹറാമുൻ അലൈക്കും കഹുർമത്ത് യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, ഈ മക്ക നാടിന്റെ പവിത്രത പോലെ വിശ്വാസികളെ, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ് എന്ന് പ്രഖ്യാപിച്ചു മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ സബഉൽ മുബിഖാത്തിൽപ്പെട്ടതാണ്, 7 വൻപാപങ്ങളിൽപ്പെട്ടതാണ് പലിശ. ആ പലിശയെക്കാളും ഏറ്റവും വലിയ തിന്മയാണ് ഒരു സത്യവിശ്വാസിയുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത്. ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മുവഹിദീങ്ങളുടെ ഇടയിൽ പോലും മുവഹിദീങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അറിയണം, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് ചെയ്ത വസിയ്യത്താണ്. വിശ്വാസികളെ, അഭിമാനം പവിത്രമാണ്. ഇന്ന റിബാ നയ്യിഫുൻ വസബഊന ബാബാ, 70 വാതിലുകളാണ് പലിശയുടെ വിവരണമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതിലെ ഏറ്റവും നിസാരമെന്ന് പറയുന്നത്, പലിശയിൽ ഏറ്റവും നിസാരമെന്ന് പറയുന്നതിന്റെ ഉദാഹരണം പ്രവാചകർ പറയുകയാണ്, നീ മുസ്ലിമായിരിക്കുന്ന നിന്റെ ഉമ്മയെ വിഭജിക്കുക എന്നുള്ളതാണ്. അതാണ് പലിശയുടെ ഏറ്റവും നിസാരമായ ഒരു ദർജയെന്ന് പ്രവാചകർ പഠിപ്പിക്കുക. ഏറ്റവും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത്, ഏറ്റവും മ്ലേച്ഛകരമായ പലിശ, ഏറ്റവും കഠിനമായ പലിശ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആദരണീയമായ അവന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുക എന്നുള്ളത് ഇത്രയ്ക്കും കൊടിയ പലിശയെക്കാളും ഉമ്മയെ പ്രാപിക്കുന്നതിനേക്കാളും ഏറ്റവും മ്ലേച്ഛകരമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് മുവഹിദീങ്ങൾ. എന്തു പറ്റും നമുക്ക് വിശ്വാസികളെ? എന്നോടെന്ന പോലെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്നവൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? ജീവിതത്തിന്റെ സാമൂഹിക മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ സ്ഖലിതം കാണുമ്പോഴേക്കും അവനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുക. നാം കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കെ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ മാസത്തെ ചർച്ചയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ. കാരണം അഭിമാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരാൾക്കും അവകാശമില്ല. എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കണമെങ്കിൽ നസീഹത്തോടുകൂടി അവനെ ഉപദേശിക്കുക. സോഷ്യൽ മീഡിയകളിൽ ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ പർവ്വതീകരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ അവനെ ഇകഴ്ത്തുക എന്നുള്ളത് വിശ്വാസികളെ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകർ സ്വഹാബാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പാണ്. ഉമ്മയെ വിഭജിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ മ്ലേച്ഛകരമായ തെറ്റെന്ന് പറയുന്നത് അതിനേക്കാളും വേറെ എന്താണ് വിശ്വാസികളെ ഗൗരവമുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറയുകയാണ് സമൂഹത്തോട്, സമൂഹമേ, ഇവിടെ നിങ്ങൾ ഹാജരായിട്ടുള്ളവർ ഹാജരില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അലാലി യുബല്ലിഗ ഷാഹിദുൽ ഗായിബ്. ഈ പ്രബോധനം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രബോധനത്തിന് ആരെങ്കിലും സാക്ഷ്യം വഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇവിടെ സാക്ഷ്യം വഹിച്ചവർ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 71-ാമത്തെ വചനത്തിൽ
6 കാര്യങ്ങൾ ഒരു വിശ്വാസിയിലുണ്ടോ അവന് അള്ളാന്റെ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. 6 കാര്യങ്ങൾ. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. വിശ്വാസിനികൾ പരസ്പരം മിത്രങ്ങളാണ്, വലിയകളാണ്, ആത്മബന്ധം പ്രാപിക്കേണ്ടവരാണ്. എന്താണ് ആ വിശ്വാസിനിയുടെ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. വയുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുക. വയുതൂന സക്കാ വയുതീഊന അല്ലാഹ വറസൂലഹു, സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുക. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. 6 കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമസ്കാരം പറയുന്നതിന് മുമ്പ്, സക്കാത്ത് നൽകുന്നതിന് മുമ്പ് അള്ളാഹു വിശേഷിപ്പിച്ചത് പ്രബോധനമാണ്. ഓരോ വിശ്വാസിയും അതൊരു ആവേശമായിരിക്കരുത്. പ്രബോധനം ആരെയെങ്കിലും തോൽപ്പിക്കരുത്. എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ നടത്തുകയാണ് പ്രബോധനം. പ്രകടനപരത പോലും പ്രബോധനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അറിയണം നമ്മൾ, പ്രബോധനം ഓരോ വിശ്വാസിനിയുടെയും ബാധ്യതയാണ്. അത് മാലോകരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയല്ല, അത് മറ്റുള്ളവരെ നമ്മിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു ബാധ്യത. ആ നിർവഹണമായിരിക്കണം വിശ്വാസികളെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുവാൻ. പിന്നീട് പ്രവാചകൻ പറയുകയാണ്, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മുസ്ലിമിന്റെ അവകാശത്തെ, ഒരു സഹോദരന്റെ അവകാശത്തെ നിങ്ങൾ പിച്ചു ചീന്തരുത്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ് നോക്കൂ വിശ്വാസികളെ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ സത്യം ചെയ്തുകൊണ്ട് ഒരു സഹോദരന്റെ അവകാശത്തെ പിടിച്ചെടുക്കുകയാണ്. വാചാലമാണ്, സംസാരിക്കുവാൻ കഴിവുള്ളവനാണ്. കോടതിയിൽ പോയി, അല്ലാത്ത ഇടങ്ങളിൽ പോയി ഒരു സത്യവിശ്വാസിയുടെ അവകാശത്തെ അവൻ പിടിച്ചെടുക്കുകയാണ്. കരുതിക്കോ, ഫഖദ് ഔജബല്ലാഹു ലഹുൻ നാരി വഹറമ അലൈഹിൽ ജന്ന, നരകം അവന് ഉറപ്പായി, സ്വർഗം നിഷിദ്ധമായി. ഈ ഹദീസ് കേൾക്കുമ്പോഴേക്കും സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഇൻ കാന ശൈഅൻ യസീറൻ, നിസാരമായ ഒരു കാര്യം ഞാനിങ്ങനെ എൻ്റെ വാക്കുകൊണ്ട്, വാചാലത കൊണ്ട് ഞാൻ പിടിച്ചെടുത്താലും അതിൽ ഈ ഹദീസ് പരിധിയിൽ പെടുമോ എന്ന് ചോദിക്കുകയാണ്. പ്രവാചകരുടെ മറുപടിയാണ്, വിശ്വാസികളെ, വൈൻ ഖലീബൻ മിൻ അറാഖ്, അറാഖ് വൃക്ഷത്തിന്റെ ഒരു കൊമ്പാണെങ്കിൽ പോലും, ലഘുവാണെന്ന് തോന്നുന്ന ഒരു കൊമ്പാണെങ്കിൽ പോലും അത് നിനക്ക് അവകാശപ്പെട്ടതല്ല, നിന്റെ സഹോദരന്റെ അവകാശമാണ് എങ്കിൽ, ഭൗതികമായിട്ട് നമുക്ക് പലതും ന്യായീകരണം ഉണ്ടായേക്കാം. പക്ഷെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പരാജയപ്പെടുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് സഹോദരന്റെ അവകാശങ്ങൾ വീതിച്ചു കൊടുക്കണം. ഇത് എന്നോടുള്ള വസൂയത്താണ്. ഒരു അറാഖ് വൃക്ഷത്തിന്റെ കൊമ്പാണെങ്കിൽ പോലും ഗൗരവത്തോടുകൂടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എങ്കിൽ വിശ്വാസികളെ ഗൗരവമുള്ള കാര്യമാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക മാനവിക പ്രഖ്യാപനം നടത്തുകയാണ്. സമത്വത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ പ്രഖ്യാപനം, വിവേചനത്തിനെതിരായുള്ള പ്രഖ്യാപനം, സകലരും തുല്യമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ഹിജ്ജത്തുൽ വിദാഇൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പല IAS പോലും തൊലി കറുത്തതിന്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ട് സർവീസിൽ നിന്ന് തന്നെ വിരമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. വിശ്വാസികളെ, റാപ്പർ വേടന്റെ പാട്ട് പോലും പലരുടെയും ഉറക്കം കെടുത്തുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ അറിയണം, മാനവികതയുടെ ഏറ്റവും മൂല്യമുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. തൊലി കറുത്തതിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ആഫ്രിക്കയുടെ ജനങ്ങൾ, അമേരിക്കയിലെ ജനങ്ങൾ, അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പാഠം പഠിപ്പിച്ചു കൊടുത്തത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. വഇന്ന അബാക്കും വാഹിദ്, നിന്റെ പിതാവ്, നിങ്ങളുടെ പിതാവ് ഒരേ പിതാവാണ്. അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു പവിത്രതയുമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബിയും, നേരെ തിരിച്ചും. വലാ ലി അഹ്മർ അലാ അസ്വദ, കറുത്തവനേക്കാൾ മറ്റുള്ളവന് ഒരു വ്യത്യാസവുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല.
വലാ അസ്വദ അലാ അഹ്മർ. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. അള്ളാഹുവിങ്കൽ പരിഗണിക്കുക എന്നുള്ളത് വർണ്ണമോ അതുപോലെയുള്ള ജാതീയതയോ അയിത്വമോ ഒന്നുമല്ല. അല്ലാഹു തആല പരിഗണിക്കുക ഇല്ലാ ബിത്തഖ്വ. നേരത്തെ നാം മനസ്സിലാക്കിയതാണ് തഖ്വയുള്ളവർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു തആല ബഹുമാനിച്ചവർ തഖ്വയുള്ളവരെയാണ്. അള്ളാഹുവിൻ്റെ ആദരവ് ലഭിച്ചത് തഖ്വയുള്ളവരെയാണ്. ആ തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം പരിശ്രമിക്കേണ്ടത്. റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക. എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ കൂടിയ 10,000-കണക്കിന് സ്വഹാബാക്കളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയുകയാണ്, അൽ വസിയ്യത്തു ബിന്നിസാ, സ്ത്രീകളുടെ കാര്യം. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്വഹാബാക്കളെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹുവിൻ്റെ അമാനത്താണ്. നിങ്ങൾ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ അമാനത്തിനെ നിങ്ങൾ സ്വീകരിച്ചത്. പളുങ്ക് പാത്രം പോലെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അമാനത്താണ് ഭാര്യമാർ. ആ ഭാര്യമാരോട് നാം കാണിക്കേണ്ട നീതി, അതിൻ്റെ ഒരു വിഷയം പറയുവാനുള്ളതല്ല ഇന്നത്തെ ഖുത്ബ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞതാണ്, സ്വഹാബാക്കളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. അവരെ നിങ്ങൾ വളരെ അള്ളാഹുവിൻ്റെ അമാനത്തായിട്ട് തന്നെ നിങ്ങൾ കരുതണം. പരസ്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ശകാരിക്കരുത്, അവരുടെ മുഖത്തടിക്കരുത്, അവളെ അപമാനപ്പെടുത്തരുത്, അവളുടെ കുടുംബത്തെക്കുറിച്ചോ ഗോത്രത്തെക്കുറിച്ചോ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തരുത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താക്കന്മാരായിട്ടുള്ള സ്വഹാബാക്കളോട് ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപനം നടത്തുകയാണ്. സ്വർഗം നേടിയെടുക്കുവാനുള്ള പ്രഖ്യാപനം, നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പ്രഖ്യാപനം നടക്കുകയാണ്. ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസല്ലൂ ഖംസക്കും, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കണം. വസൂമു ശഹറക്കും, റമദാനിൽ നോമ്പ് നോക്കണം. വഅദ്ദൂ സകാത്ത അംവാലിക്കും, അല്ലാഹ് നിങ്ങൾക്ക് തന്ന വരദാനമാണോ? നിന്റെ അധ്വാനം കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര പേർ അധ്വാനിക്കുന്നു, അവരൊക്കെ പാപ്പരായി പോയിട്ടുണ്ടല്ലോ. നമ്മുടെ അധ്വാനമല്ല, വഅദ്ദൂ സകാത്ത അംവാലിക്കും, അല്ലാഹുവിന്റെ വരദാനമാണ് ഈ കിട്ടിയ ഈ സകാത്തിന്റെ അല്ലെങ്കിൽ ഈ സമ്പത്ത്. എത്ര കച്ചവടം ചെയ്തുകൊണ്ട് പാളിസായി പോയവരുണ്ട്. ഇന്നും എത്രയോ പേർ അതിന്റെ പേരിൽ കൈപ്പിനീര് അനുഭവിക്കുന്നവരുണ്ട്. അവർ അധ്വാനിക്കാത്തത് കൊണ്ടാണോ? അവർ കച്ചവടം ചെയ്യാത്തത് ആണോ? അല്ലല്ലോ. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൽ നിന്നും നമ്മുടെ സമ്പത്തിൽ നിന്നും അവകാശപ്പെട്ടവർക്ക് അതിന്റെ വിഹിതം കൊടുത്തില്ല എങ്കിൽ വിശ്വാസികളെ ആ സമ്പത്ത് നമുക്ക് പരീക്ഷണമായിരിക്കും 2 ലോകത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുകയാണ്, വഅത്തിഉദ അംരിക്കും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നിങ്ങൾ അനുസരിക്കണം. ഖുർആനിനും സുന്നത്തിനും എതിരാകാത്ത കാലഘട്ടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു തിന്മ കണ്ടാൽ പോലും അവനെ അനുസരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അവൻ നമസ്കരിക്കുന്നുണ്ടോ എങ്കിൽ അവനെ അനുസരിച്ചേ പറ്റൂ. തദ്ഖുലുൽ ജന്നത റബ്ബുക്കും, എങ്കിൽ നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് അവരെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞ പ്രഖ്യാപനമാണ് വിശ്വാസികളെ. ജീവിതത്തിൽ പരമാവധി കാത്തു സൂക്ഷിക്കുക. പരമാവധി നമസ്കാരത്തിൻ്റെ കാര്യം, തൗഹീദ് മനസ്സിലാക്കിയവരാണ് നാം. അള്ളാഹുവിൻ്റെ വഹദാനികത്ത് ഉൾക്കൊണ്ടവരാണ് നാം. ഇപ്പം ഇന്നത്തെ ദിവസം, അറഫയുടെ നോമ്പുള്ള ഇന്നത്തെ ദിവസം റമളാനെ പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു നമ്മുടെ ഈ മസ്ജിദിൽ നാം സുബഹിന് കണ്ടത്. ഇതേ സഹോദരങ്ങൾ പരിസരത്തൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വന്ന ഇതേ സഹോദരങ്ങൾ റമളാനിൽ പോലെ ഇന്നത്തെ സുബഹിന് പങ്കെടുത്തു. കാരണം ഇന്ന് നോമ്പായിരുന്നു. വിശ്വാസികളെ, ഇതേ സഹോദരങ്ങൾ പരിസരത്തൊക്കെ താമസിക്കുകയാണ്. എന്തുകൊണ്ട് നാളെ എന്നുള്ള ദിവസത്തിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാൻ സാധിക്കുന്നില്ല? നാം വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ആഫിയത്ത് എന്നും ഇതുപോലെ ഇരിക്കുമെന്ന്? നാം വിചാരിക്കുന്നുണ്ട് നാളെയും നമ്മുടെ ആരോഗ്യം ഇത്രയും സുദൃഢമായി ഉണ്ടാകുമെന്ന്? ആരോഗ്യം അള്ളാഹുവിൻ്റെ വരദാനമാണ്.
അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസികളെ അവരുടെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഒന്നും ആയിരിക്കും നാം ഒരു ചുമട് നടക്കുക. ഒന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റാത്ത വിധം റഹ്മാനായ റബ്ബ് വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആഫിയത്ത് നമുക്ക് നൽകിയ കാലഘട്ടത്തോളം റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക വിശ്വാസികളെ. ഒരു ദിവസത്തെ സുബഹ നമസ്കാരം കൊണ്ട് തീർന്നില്ല. മരണം ഉറപ്പാകുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത്. അതുകൊണ്ട് വിശ്വാസികളെ, ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തോടുകൂടി നാളെ യൗമുൻ നഹറിൻ്റെ ദിവസമാണ്, പെരുന്നാളിൻ്റെ ദിവസമാണ്. കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. റബ്ബിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സമയം നഷ്ടപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ. രഹസ്യമായും പരസ്യമായും മസ്ജിദുകളിൽ വന്നും അല്ലാതെയും അള്ളാഹുവിനെ കൂടുതൽ നമുക്ക് ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കണം. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.